കോട്ടകളിൽ വലിയ വിള്ളലുണ്ടായിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് പിണറായി വിജയൻ 6 റൗണ്ടുകൾ പിന്നിൽ നിന്നു എന്ന് പറയുന്നത്. മറ്റൊന്ന്, പിണറായി വിജയൻ 6 റൗണ്ട് പിന്നിൽ നിന്നു എന്ന് പറയുമ്പോൾ നിറം കെട്ട ഒരു പ്രകടനമാണ് അവിടെ നടത്തിയത് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് പാർട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി പാർട്ടി പ്രവർത്തകർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അത് എന്നുള്ള നിലയ്ക്കുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരികയുണ്ടായി. അതായത് CPIM എന്ന് പറയുന്ന പാർട്ടി ഇവിടെ നിലനിന്ന് കാണണം, അങ്ങനെ നിലനിന്ന് കാണണമെങ്കിൽ ആ പാർട്ടി ഇത്തവണ തോൽക്കണം, തോറ്റാൽ മാത്രമേ ഒരു പ്രതിപക്ഷത്തിൻ്റെ വീറും വീര്യവും കാണിക്കാൻ കഴിയുകയുള്ളൂ, അതിലൂടെ ആ പാർട്ടിക്ക് ഇനിയുള്ള 5 വർഷം അണികളെ ഊർജ്ജസ്വലമായി നിലനിർത്താൻ കഴിയുകയുള്ളൂ, തുടർഭരണം എന്ന് പറയുന്നത് വലിയ ആഘാതമാവും, അത് പാർട്ടിയെ വലിയ ആലസ്യത്തിലേക്കും ഭൂഷാവൽക്കരണത്തിലേക്കും നയിക്കും. അതുകൊണ്ട് ഇത്തവണ ഉത്തമരായ പാർട്ടി പ്രവർത്തകർ ചെയ്യേണ്ടത് പാർട്ടിയെ രക്ഷിക്കുക, പാർട്ടിക്ക് ഒരു രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ പാർട്ടിയെ തോൽപ്പിക്കുക എന്നതാണ് എന്നുള്ള നിലയ്ക്കുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. പക്ഷേ ഡി ബിനോയ് വളരെ പ്രധാനപ്പെട്ട ഒരു താത്വിക പ്രശ്നം ഇവിടെ നിൽക്കുന്നത്, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പശ്ചാത്തലത്തിൽ കാണിച്ചുകൊണ്ടിരുന്നത് ജി സുധാകരനെയാണ്, TK ഗോവിന്ദ മാസ്റ്ററെയാണ്, അതടക്കമുള്ള അതുപോലെ V കുഞ്ഞികൃഷ്ണനെയാണ്. ഇവരെല്ലാവരും ചെയ്തത് എന്താണ്? പാർട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പാർട്ടിയുടെ രക്ഷാപ്രവർത്തനമല്ല നടത്തിയത്, മറിച്ച് അവർ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് പാർട്ടിക്കകത്ത് നിൽക്കുന്നതിന് പകരം UDFുമായി ചേർന്ന് ഈ വിജയത്തിൻ്റെ മധുരം നുണയുന്നു. VS അച്യുതാനന്ദനാകട്ടെ നേരെ വിപരീതമായിട്ട് പാർട്ടി അതിൻ്റെ നയങ്ങളിൽ നിന്ന് വ്യതിയാനത്തിലേക്ക് പോകുമ്പോൾ പാർട്ടിയെ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനം നടത്തിയത് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ബലിയാടായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. എന്തായാലും പാർട്ടിയെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ട് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സുപ്രധാനമായ ദിവസമാണ്, വലിയ നേട്ടത്തിൻ്റെ ദിവസമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള വലിയ നേട്ടമുണ്ടാക്കിയ ദിവസമാണ് ഇന്ന്. ആ നേട്ടം എന്ന് പറയുന്നത് തുടർഭരണത്തിലൂടെ ആ പാർട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന വലിയ സന്തോഷം ആണ് എന്ന് പറയേണ്ടി വരും. ഗതിയിൽ നമുക്ക് VSന്റെ അടുത്ത് തന്നെ തുടങ്ങാം. കാരണം VSനെ സംബന്ധിച്ചിടത്തോളം VS പലപ്പോഴായി, അതായത് VS പരാജയപ്പെട്ട സമയത്തൊക്കെ തന്നെ പാർട്ടി കൃത്യമായി കാലുവാരിയെന്നും പിന്നിൽ നിന്ന് കുത്തിയെന്നും ഒക്കെ നമുക്ക് VS തന്നെ പറയുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അന്നും പാർട്ടിക്കകത്ത് നിന്ന് തന്നെ VS പോരാടുവാൻ തയ്യാറായിരുന്നു, പോരടിക്കുവാൻ തയ്യാറായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഈ V കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യം ഫണ്ട്, അതായത് രക്തസാക്ഷി ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു. അതിൻ്റെ കണക്ക് ചോദിച്ചതും ഇതുമായി ബന്ധപ്പെട്ട് VI മധുസൂദനൻ എന്ന് പറയുന്ന MLA അദ്ദേഹം V കുഞ്ഞികൃഷ്ണനോടുകൂടി പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ ഇവർ തങ്ങളിലുള്ള ആ ഏരിയ കമ്മിറ്റിക്കകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് സങ്കീർണമാവുകയും സങ്കീർണമായ പ്രശ്നങ്ങളെ കൃത്യമായും പാർട്ടിക്ക് അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമോ അത്തരത്തിൽ ആ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ പാർട്ടിക്ക് അവിടെ വീഴ്ച ഉണ്ടാകുന്നു. മാത്രവുമല്ല ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ട V കുഞ്ഞികൃഷ്ണനെ കുറ്റക്കാരനാക്കി മാറ്റപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. പക്ഷേ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് നിന്ന് ഉയർന്നു വരുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ അത് കൃത്യമായി കൈകാര്യം ചെയ്ത് പാർട്ടിയുടെ ഒരു ലൈനിലേക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ നിരീക്ഷണ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് കഴിയാതെ പോയതുകൊണ്ടാണ് V കുഞ്ഞികൃഷ്ണനും ഒപ്പം തന്നെ TK ഗോവിന്ദനും എല്ലാം തന്നെ പാർട്ടി വിട്ടു പോകേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായതെന്നാണ് സാധാരണയായി ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തുള്ള ചിലരൊക്കെ തന്നെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഈ പാർട്ടി വിട്ട് പുറത്തു വന്നവരെ കൃത്യമായ രാഷ്ട്രീയ കണ്ണോടുകൂടി തന്നെ UDF ഉപയോഗിച്ചു മുതലാക്കി എന്നുള്ളതാണ് ഈ 2 പേരുടെയും വിജയത്തിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ പയ്യന്നൂരായാലും അതുപോലെ തന്നെ TK ഗോവിന്ദൻ മത്സരിച്ച മണ്ഡലമായാലും ഈ 2 മണ്ഡലങ്ങളിലും വലിയ തരത്തിൽ LDFിൻ്റെ അല്ലെങ്കിൽ CPIMൻ്റെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന ശക്തമായ മേഖലയാണ്. ആ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വലിയ തരത്തിൽ മുൻതൂക്കം നേടാൻ കഴിയാതെ പോയി ഈ പാർട്ടിക്ക് എന്ന് പറയുമ്പോൾ അവിടെ പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന അപജയം എന്ന് പറയുന്ന ആ വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അത് വലിയ തരത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അല്ലെങ്കിൽ എടുത്തു പറയത്തക്കപ്പെടുന്നു. അവിടെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരു ഹിതപരിശോധനയോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായുള്ള ഒരു വിശദീകരണം കൊണ്ടോ ഒഴിവാകുന്നതല്ല. പാർട്ടിക്ക് ആത്യന്തികമായി ഉണ്ടായിരിക്കുന്ന എന്താണ് വിഷയം, ആ വിഷയത്തെ കൃത്യമായി പഠിച്ചിട്ടല്ലാതെ ഇനി കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ അത് പാർട്ടി
പാർട്ടിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായി പറഞ്ഞാൽ പാർട്ടിക്കകത്ത് വലിയ തരത്തിലുള്ള ഒരു ഹിതപരിശോധനയുടെ സമയം പ്രത്യേകിച്ചും കണ്ണൂരിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പല സമയങ്ങളിലായി നിലനിന്ന് വന്നിരുന്ന ഒരു ഏകാധിപത്യ സ്വഭാവത്തിൻ്റെ ഈ ചെറിയൊരു നിറം അതിലേക്ക് കലർന്നിട്ടുണ്ടോ എന്ന് തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. പക്ഷേ അതിലേക്ക് നമുക്ക് കടക്കേണ്ട കാര്യമില്ല. എങ്കിൽ തന്നെയും MS സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോയേ മതിയാവുള്ളൂ. പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടിയെ വിമർശിക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് തിരിച്ചു വിമർശനം ഉണ്ടായാൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്ത് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പോരാടുന്നൊരു സ്വഭാവം പണ്ട് 10-15 വർഷങ്ങൾക്ക് മുമ്പ് CPIM-ൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ സ്വഭാവം നഷ്ടമായിരിക്കുന്നു. പാർട്ടിക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ കൃത്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ പാർട്ടി വിട്ട് പുറത്തേക്ക് വരുന്നു, എന്നിട്ട് മറ്റ് പാർട്ടിയുടെ സംരക്ഷണത്തിൽ വരുന്നു, എന്നിട്ട് അവർ വിജയിക്കുന്നു. അതൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അധികാരമോഹത്തിൻ്റെ ഒരു ഭാഗമായി വേണമെങ്കിൽ അതിനെ ചേർത്ത് വായിക്കപ്പെടാം എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ഇതിൽ എന്തിനുള്ള മറുപടിയാണ് ജനം നൽകിയിരിക്കുന്നത് എന്നുള്ള ചോദ്യവും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ സ്വർണം കട്ടവർ ആരപ്പ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണോ UDF-ന്റെ ഈ വലിയ ഭൂരിപക്ഷ വിജയം എന്നുള്ള ചോദ്യം വരുന്നു. അതേപോലെ തന്നെ പ്രതിപക്ഷം ഉയർത്തിയ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ജനം നൽകിയ ഉത്തരമാണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യം വരുന്നു. സ്വാഭാവികമായിട്ടും ഇത് ഈ നിമിഷങ്ങളിൽ ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ വിചാരിക്കുക, ഇവിടെ LDF ആണ് ജയിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഒരു നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും LDF ജയിച്ചുവെങ്കിൽ നമ്മൾ പറയുന്നത് നേരെ വിപരീതമായിരിക്കും. ഭരണത്തിൻ്റെ തുടർച്ച, വികസനം, ആ വികസനത്തെ ജനങ്ങൾ മനസ്സിലാക്കി അതിനോടൊപ്പം ജനം നിന്നു. ജനത്തിൻ്റെ മനസ്സ് നിശബ്ദമായിട്ട് ഈ ഭരണകൂടത്തോടൊപ്പമായിരുന്നു. വികസനം എന്നാൽ എന്താണ് എന്ന് അവർ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ വിജയം എന്നൊക്കെ മാധ്യമങ്ങൾക്ക് പറയേണ്ടി വരും. ഇപ്പോൾ UDF അസാധ്യമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചതുകൊണ്ട് നമ്മൾ നേരെ വിപരീതമായിട്ട് സംസാരിക്കേണ്ടി വരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വർണം കട്ടവൻ ആരപ്പ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണോ ഈ ജനഹിതം, മറ്റെന്തെങ്കിലും ചോദ്യത്തിൻ്റെ ഉത്തരമാണോ ജനഹിതം എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഉടനെ അതെ എന്ന് പറയേണ്ടി വരുന്നു. വാസ്തവത്തിൽ ഈ ജനഹിതത്തിൻ്റെയും ഉള്ളിൽ എന്താണ് ഇരിപ്പ്, ഈ ജനഹിതത്തിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തിടത്തോളം കാലം UDF-ന് ഏത് നിലയ്ക്കുള്ള ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടി വരും. ജനഹിതം അറിഞ്ഞ് പ്രവർത്തിക്കും, ഉത്തമമായ ഭരണം കാഴ്ചവെക്കുമെന്ന് പറയുമ്പോൾ ഉത്തമമായ ഭരണമാണ് കാഴ്ചവെച്ചത് എന്ന് ആവർത്തിച്ച് ഇപ്പോഴും പറയുകയാണ് LDF. അപ്പോൾ എന്താണ് ഉത്തമമായ ഭരണം? ജനത്തിന് വിശ്വാസയോഗ്യമായിട്ടുള്ള രീതിയിൽ പ്രാവർത്തികമായി അനുഭവിക്കാൻ കഴിയുന്ന ഉത്തമ ഭരണം എന്ത് എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം കൃത്യമായി നൽകാൻ കഴിയില്ല എങ്കിൽ UDF-ഉം വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് പോകും. അത് തന്നെ സംഭവിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം LDF-ന് ഇപ്പോൾ എന്താണോ സംഭവിച്ചത് അത് 5 വർഷത്തിന് ശേഷം UDF-ലേക്കും കടന്നെത്താം എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണ് ജനം ഇങ്ങനെ വിധി എഴുതപ്പെട്ടത്? ഇവിടെ ഭരണ തുടർച്ച ആയിരുന്നു. ഭരണ തുടർച്ചയിൽ വലിയ തരത്തിലുള്ള പരാജയം ഉള്ളതായി എങ്ങും തന്നെ പറയപ്പെടുന്നില്ല. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ ഒരു വിയോജിപ്പ് ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ തന്നെയും ഇവിടെ ഇത്തരത്തിൽ ഈ 102 സീറ്റുകളിലേക്ക് അല്ലെങ്കിൽ 100-ന് പുറത്തുള്ള സീറ്റുകളിലേക്ക് UDF-ന് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് തരത്തിലുള്ള ഒരു വൈകാരികമായ സ്വഭാവം ഈ വോട്ടർമാരിൽ എത്തി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതും ഒപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തേണ്ടതും അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് UDF അധികാരത്തിൽ വരുന്നത്. ആ UDF-നെ സംബന്ധിച്ചിടത്തോളം UDF അതുപോലെ തന്നെ ഈ LDF-ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവരുടെ ജനമനസ്സറിഞ്ഞ് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ UDF-നും ഇതേ അനുഭവം വരും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ തുടർച്ചയായുള്ള 10 വർഷത്തിനിടയ്ക്ക് ഭരണ തുടർച്ചയിലുള്ള 10 വർഷത്തിനിടയ്ക്ക് എന്തൊക്കെയോ ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. ആ പോരായ്മകൾ കൃത്യം ജനം മനസ്സിലാക്കും. ഒരുപക്ഷെ ഭരണം അടുപ്പായിരിക്കാം, കണ്ടുകണ്ടിരിക്കുന്ന മുഖങ്ങളോടുള്ള താല്പര്യക്കുറവായിരിക്കാം, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വികസനം ജനങ്ങളുടെ ഉള്ളിൽ അവർ കരുതി വെച്ചിട്ടുണ്ടാകാം. അതൊരു പക്ഷേ നടപ്പിലാക്കുവാൻ UDF-ന് കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ UDF-ന് വോട്ട് ചെയ്ത ആളുകളുടെ മനസ്സിലുണ്ടാകും. പക്ഷേ ഈ ജനമനസ്സ് കൃത്യമായി വായിച്ചറിയേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതിന് രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ജനങ്ങൾ എന്തോ വലിയ തരത്തിലുള്ളൊരു ഒരു വോട്ട് ചെയ്യൽ അല്ലെങ്കിൽ ഒരു വിധിയെഴുത്ത് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയാം. അതായത് കഴിഞ്ഞ പ്രാവശ്യം 2021-ൽ LDF അധികാരത്തിൽ വരുമ്പോൾ അന്ന് അവർക്ക് ലഭിച്ചിരുന്നത് 45.46% വോട്ട്. അതായത് 45% വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കേരളത്തിലെ വോട്ട് വിഹിതത്തിൽ 45% വോട്ട് അന്ന് ലഭിച്ചിരുന്നു. അങ്ങനെ അവർ അധികാരത്തിൽ വരുന്നു. ആ സമയത്ത് കോൺഗ്രസിനുണ്ടായിരുന്നു 39% വോട്ടുകളായിരുന്നു. കേവലം 6%, 5%-ൻ്റെ ഒരു വ്യത്യാസത്തിലാണ് അന്ന് LDF അധികാരത്തിൽ വരുന്നത്.
പക്ഷേ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ കാര്യമായ വർധനയുണ്ടായിരുന്നു. പക്ഷേ ആ ശതമാനത്തിലുള്ള വർധനയിൽ നിന്നും വലിയ തരത്തിലുള്ള ശതമാന വർധന ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഭരണവിരുദ്ധ വികാരങ്ങൾ ഈ 5 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ ഇടത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചിന്തിക്കേണ്ടി വരും. അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നാണോ ഇത്തരത്തിൽ UDF അനുകൂലമായൊരു തരംഗം ജനങ്ങളിൽ ഉണ്ടാവുകയും അത് UDF അനുകൂലമായതെന്നുള്ള ചിന്തയും നമ്മൾ ആലോചിക്കേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, UDF കുറിച്ച് ജനങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ചിന്തകളിൽ നിന്ന് അല്പമൊന്ന് മാറിയിരിക്കുന്നു. അധികാരത്തിലേക്ക് അവരെ ഒന്ന് എത്തിച്ചു നോക്കാം, ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന ഒറ്റ മനസ്സോടുകൂടി ജനം അറിഞ്ഞ് വോട്ട് ചെയ്തു. അതുകൊണ്ടാവാം ഈ 100-നപ്പുറത്തേക്ക് UDF കടന്നുകയറ്റം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് LDF മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ടായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഒരിടത്ത് മാത്രമായിരുന്നു, ആലത്തൂരിൽ മാത്രമായിരുന്നു അന്ന് LDF ജയിക്കാൻ കഴിഞ്ഞ്. ഒരിടത്ത് BJP ജയിച്ചു. 18 ഇടങ്ങളിൽ വലിയ പരാജയം LDF ഏറ്റുവാങ്ങി. അത് തൊട്ടു പിന്നാലെ ഒരു വർഷം കഴിഞ്ഞ് 2025 നടന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത വിജയം തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഏറ്റുവാങ്ങി. ഒപ്പം തന്നെ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുന്നു. ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യത്തിൽ പകുതിയാകുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ മേൽക്കൈ, ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ മേൽക്കൈ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ മേൽക്കൈയൊക്കെ തന്നെ UDF നേടുന്നു. ഈ 2 അടുത്തടുത്തുണ്ടായ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ട് പോലും നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും മറ്റൊരു തരത്തിലെ വോട്ട് നടക്കും, അല്ലെങ്കിൽ ഈ 2 വോട്ടും തങ്ങളിൽ നിയമസഭയിലേക്ക് വരുമ്പോൾ അത് വേറൊരു തരത്തിലായിരിക്കും എന്നുള്ളൊരു ചിന്ത CPIM-നകത്തുണ്ടായിരുന്നു. ആ ചിന്ത ഒരു പരിധിവരെ ഈ പരാജയത്തിന് കാരണമായി എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. എന്തായാലും ഭരണവിരുദ്ധ വികാരം എന്ന് തന്നെയാണ് UDF ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത്. അതുതന്നെയാണ് BJPയും പറയുന്നത്. കാരണം ഇപ്പോഴും BJPക്ക് 3 സീറ്റുകൾ കിട്ടിയത് കൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയപരമായി അവർക്ക് കഴിഞ്ഞ കാലങ്ങളെയൊക്കെ തന്നെ വിമർശിച്ചതിനും അപ്പുറത്ത് ഒരു പടി കൂടി മുന്നോട്ട് പോയിക്കൊണ്ട് വിമർശിക്കാൻ കഴിയും. കാരണം അവരുടെ പ്രതിനിധികൾ കൂടി നിയമസഭയിലേക്ക് എത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി BJP മാറുകയാണ്. അത്തരത്തിൽ രാഷ്ട്രീയപരമായി അവരുടെ പ്രാധാന്യം ഏറിയിരിക്കുന്നത് കൊണ്ട് തന്നെ BJPയുടെ വിമർശനവും കൂടി മുഖവിലേക്ക് എടുത്തുകൊണ്ട് നമുക്ക് പറഞ്ഞു വെക്കാം. എന്തായാലും ഭരണവികാര വിരുദ്ധത്തിൻ്റെ ചെറിയ ലാഞ്ചനകൾ ഈ വോട്ട് ചെയ്യൽ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാവാം ഒരു പക്ഷേ ഇത്രയധികം വലിയ തരത്തിലൊരു നേട്ടം UDF-ഉണ്ടാകാൻ സാധ്യത അല്ലെങ്കിൽ വഴിയൊരുക്കുക എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഒരു തരത്തിലുമുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ് LDF-ലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ M സ്വരാജ്, CPIM-ന്റെ സമുന്നതനായിട്ടുള്ള യുവ നേതാവായിട്ടുള്ള M സ്വരാജ് ഈ പരാജയത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന വാക്ക് തന്നെ അനർഹമായ പരാജയം എന്നാണ്. LDF-ന്റെ പരാജയം അനർഹമായ പരാജയം. അപ്പോൾ അനർഹമായ പരാജയം എന്ന് പറയുന്നതിലൂടെ UDF-ന്റെ വിജയവും അനർഹമാണ് എന്നുള്ള ധ്വനി അതിനകത്ത് വരുന്നു. അപ്പോൾ UDF നേടിയിരിക്കുന്ന ഈ 100-ലധികം സീറ്റുകൾ നേടിയിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഈ വിജയത്തെ പോലും അത് അനർഹമായിട്ടുള്ളൊരു വിജയമാണ് എന്ന് നേരിട്ട് പറയുന്നതിന് പകരം LDF-ന്റെ പരാജയം അനർഹമായിട്ടുള്ള പരാജയമാണ് എന്ന് പറയുന്നു. അപ്പോൾ ലഭിക്കാതിരുന്ന വിജയത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി ലഭിച്ചിരിക്കുന്ന പരാജയത്തെ അനർഹമായിട്ടുള്ള പരാജയമെന്ന് വിശേഷിപ്പിക്കുകയാണ് M സ്വരാജ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നോക്കുക. LDF പരാജയപ്പെടാൻ പാടില്ലായിരുന്നു. LDF ഭരണത്തിൽ സമഗ്രമായ മുന്നേറ്റമാണ് നാടിനുണ്ടായത്. എതിരാളികൾ പോലും ഇക്കാര്യം സമ്മതിക്കും. എന്നിട്ടും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇത് അനർഹമായ പരാജയമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ്. അനർഹമായ പരാജയം എന്നുള്ള വാക്ക് ഒരുപക്ഷേ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മുടെ മാധ്യമങ്ങളിൽ ഇങ്ങനെ തത്തിക്കളിച്ചു കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഓർക്കുക, M സ്വരാജ് പറയുന്നത് നോക്കുക. നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളോ കേരളത്തിൻ്റെ ഭാവിയോ തെരഞ്ഞെടുപ്പിലെ പരിഗണനാ വിഷയമായി വോട്ടർമാർ കണക്കാക്കിയില്ല എന്നാണ് തോന്നുന്നത്. 2 തവണ ഇവർ ഭരിച്ചല്ലോ, ഇനി ഒരു തവണ അവർ ഭരിക്കട്ടെ എന്ന തികച്ചും ഉദാസീനവും അരാഷ്ട്രീയവുമായ ചിന്ത വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. 10 കൊല്ലം മുമ്പുള്ള കേരളം പലരും മറന്നുപോയിട്ടുണ്ടാവാം. അങ്ങനെ തികച്ചും ഉദാസീനവും അരാഷ്ട്രീയവുമായ ചിന്ത വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അപ്പോൾ വോട്ടർമാരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് വരുന്നു. വോട്ടർമാർ ഉദാസീനത കാണിച്ചു. വോട്ടർമാർ ഉദാസീനതയും അലംഭാവവും കാണിച്ചതുകൊണ്ട് UDF ജയിച്ചു എന്നുള്ള ധ്വനിയാണ് വ്യാഖ്യാനമായിട്ട് വരുന്നത്. ഡി ബിനോയ്.
തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം ഇത് സാധാരണഗതിയിൽ ഒരു തടയിടൽ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾക്ക് ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു മാർഗം അല്ലെങ്കിൽ അവ തടയുന്നുള്ളൊരു മാർഗം എന്നൊക്കെ വേണമെങ്കിൽ ഇത്തരത്തിൽ CPM നേതാക്കന്മാർ പറയുന്ന വാക്കുകളെ നമുക്ക് പറയാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോട് നമുക്ക് ഉപമിച്ച് നിർത്തുകയും ചെയ്യാം. പക്ഷേ ജനവികാരം ഇത്തവണ LDFന് പൂർണ്ണ തോതിൽ എതിരായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അതുതന്നെയാണ് ഇത്തരത്തിൽ വലിയ പരാജയത്തിലേക്ക് CPIM-ഉം ഘടകകക്ഷികളും കൂപ്പുകുത്തിയെന്ന് പറയേണ്ടി വരും. അതുറപ്പാണ്. കാരണം നമ്മൾ നോക്കി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ പലപ്പോഴും ഈ നിയമനങ്ങളുടെ കാര്യത്തിൽ, ഒപ്പം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഒക്കെ തന്നെ പലതരത്തിലുള്ള വീഴ്ചകളുണ്ടായിരുന്നു. കാരണം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് CPI പല ആവർത്തി CPIM-നെ തിരുത്താൻ ശ്രമിച്ച കാര്യങ്ങൾ, പ്രത്യേകിച്ചും PM ശ്രീ പോലുള്ള പദ്ധതികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് CPIM എടുത്ത ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ വലിയ തരത്തിൽ ചർച്ചയാവുകയും പിന്നീട് CPI അതിൽ എതിർക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയെങ്കിൽ തന്നെയും അതിൽ ചില സാധനങ്ങൾ അവശേഷിപ്പിച്ചിട്ടുകൊണ്ടാണ് അത് പിന്മാറിയത്. അങ്ങനെ ഒരു കൂട്ടുത്തരവാദിത്വത്തോടു കൂടി നടപ്പിലാക്കേണ്ട പല കാര്യങ്ങളിലും ചെറിയ തരത്തിലുള്ള ഐക്യ വിള്ളലുകൾ ഉണ്ടായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെപ്പോലും ജനങ്ങൾ കൃത്യമായി വിലയിരുത്തി പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. സാധാരണഗതിയിൽ ഒരു ചിഹ്നത്തിനെ നോക്കിയോ വ്യക്തികളെ നോക്കിയോ മാത്രം വോട്ട് ചെയ്യുന്ന സംസ്കാരമോ പാരമ്പര്യമോ കേരളത്തിലെ വോട്ടർമാർക്കില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ കാണുന്ന ജനവിധിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ നേരത്തെ CPIM-ൻ്റെ മുതിർന്ന നേതാവ് യുവ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഒരു മാറ്റം 10 വർഷമായി നീണ്ടു നിൽക്കുന്ന ഭരണത്തിൽ നിന്ന് മറ്റൊരു ഭരണത്തിലേക്കൊരു മാറ്റം, മറ്റെന്തെങ്കിലും വലിയ പ്രതീക്ഷകൾ മുന്നിൽ കണ്ടുകൊണ്ടൊരു മാറ്റം അവർ ആഗ്രഹിച്ച് കാണും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായി ചിന്തിക്കുകയും വൈകാരികമായി ചിന്തിക്കുകയും ചില കാര്യങ്ങൾ ആഗ്രഹിച്ച് അവ കിട്ടിയില്ല എങ്കിൽ അതിനെതിരെ വിധി എഴുതാനുള്ള മനസ്സ് കാണിക്കുകയും ചെയ്യുന്ന സമ്മതിദായകരുള്ള അല്ലെങ്കിൽ വോട്ടർമാരുടെ ഒരു നാടാണ് കേരളം. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കണ്ടിരിക്കുന്ന പരാജയം എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. അത് ഉറപ്പാണ്. മാത്രവുമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മന്ത്രിമാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. പ്രധാന നേതാക്കന്മാരൊക്കെ വിജയിപ്പിച്ചെങ്കിൽ തന്നെയും അവരുടെ പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് ചാത്തന്നൂർ. ആ ചാത്തന്നൂരിലാണ് BJPയുടെ NDA സഖ്യത്തിൽപ്പെട്ട BJP വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നത്. കാരണം കാലാകാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കോട്ടയായിരുന്നു ചാത്തന്നൂർ. ആ ചാത്തന്നൂരിൽ BJPക്ക് അക്കൗണ്ട് തുറക്കുവാൻ അവസരമൊരുക്കിയെങ്കിൽ അവിടെ രാഷ്ട്രീയപരമായുള്ള പരാജയം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും പാർട്ടിക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം BJPക്ക് വലിയ വേരോട്ടമുള്ള മണ്ഡലമല്ല ഈ ചാത്തന്നൂർ. അതുപോലെ തന്നെ കഴക്കൂട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴക്കൂട്ടവും കാലാകാലങ്ങളായി CPIM പോലുള്ള രാഷ്ട്രീയ പാർട്ടി ഭരിച്ച് കൊണ്ടുപോകുന്ന ഒരു അസംബ്ലി മണ്ഡലമാണ്, നിയമസഭാ മണ്ഡലമാണ്. അവിടെയൊക്കെ ഇത്തരത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കണമെന്നുണ്ടെങ്കിൽ അവിടെ രാഷ്ട്രീയപരമായി ഈ നേതാക്കന്മാർ പറയുന്നതിനപ്പുറത്തേക്ക് ജനം മാറി ചിന്തിച്ചത് കൊണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. നിയമത്തെ സംബന്ധിച്ചിടത്തോളം നിയമത്തിനൊരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, BJPക്ക് ഒപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ അവിടെ വോട്ടായി മാറിയെങ്കിൽ മറ്റു 2 സ്ഥലങ്ങളിലും എങ്ങനെ BJPക്ക് ഇത്രയധികം മുന്നേറ്റം നടത്തുവാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ആ ചോദ്യത്തിനും ഈ പരാജയം മറുപടി പറയേണ്ടി വരും എന്നുള്ളതും ഉറപ്പാണ്. MS VD സതീശനെ സംബന്ധിച്ചിട്ട് UDF അധികാരത്തിലേക്ക് വരുന്ന ഈ നിമിഷങ്ങളിൽ VD സതീശന്റെ സ്ഥാനം അത് മുഖ്യമന്ത്രി പദമായിരിക്കുമോ അല്ലയോ എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. എങ്കിൽ പോലും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു വാക്യം, അത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരുടെ മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പ്രധാനപ്പെട്ട കനകൂരു ആവട്ടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രചാരണ പരിപാടികൾ തയ്യാറാക്കിയ വ്യക്തികളാവട്ടെ, അവരൊക്കെ മുന്നോട്ട് വെച്ച പലതരത്തിലുള്ള ആപ്തവാക്യങ്ങളുണ്ട്. ആ ആപ്തവാക്യങ്ങളെ എല്ലാം വെല്ലുന്ന രീതിയിലുള്ള ഒന്നാണ് ജനങ്ങളുടെ മുമ്പിൽ VD സതീശൻ വെച്ചത്. അത് വനവാസത്തിന് താൻ പോകും, 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിലേക്ക് എത്തിയില്ല എങ്കിൽ താൻ രാഷ്ട്രീയമായ വനവാസത്തിന് പോകുമെന്നുള്ള പ്രഖ്യാപനം, രാഷ്ട്രീയ ജീവിതം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം. അതിൽ ഒരേ സമയം ഒരു ആത്മവിശ്വാസവും ഒരു ധൈര്യ പ്രഖ്യാപനവുമുണ്ട്. അതേസമയം തൻ്റെ ഉത്തമ ബോധ്യം അതിൻ്റെ അകത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. അത്രമേൽ ധീരമായൊരു തീരുമാനം എടുക്കുന്നു. അത് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഇത് ഞാനാണ് പറയുന്നത്, ടീം UDF ഈ പറയുന്ന രീതിയിലുള്ള 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് വരുന്ന അവസ്ഥ ഇല്ല എങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസം നടത്തും എന്ന് പറയുമ്പോൾ ഞങ്ങളും അതിനോടൊപ്പം തന്നെ ചേരുന്നു എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ ഒരു നേതാവും വന്നില്ല. അവിടെ ഒറ്റയ്ക്കായിരുന്നു VD സതീശൻ. ഞാനും അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി ജോസഫോ ഞാനും കൂടെയുണ്ട്, ഞാനും രാഷ്ട്രീയ വനവാസം നടത്തുമെന്ന് പറയുന്ന
പറഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ വന്നില്ല. ഒരേ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് അങ്ങനെ നിന്നിട്ടാണ് പറയുന്നത്. അത് വലിയൊരു വെല്ലുവിളിയാണ്. എങ്ങാനും ഈ പറഞ്ഞ് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോവുക, രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയുന്ന പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിൽ വലിയ ഒരു വോട്ടർമാരുടെ വിഭാഗം ആ പ്രഖ്യാപനത്തിൻ്റെ ഒപ്പം ഞങ്ങളുണ്ട്, നിങ്ങൾ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടതില്ല, നിങ്ങൾ അത്രമേൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ആത്മവിശ്വാസത്തെ സാധൂകരിക്കാനും സാക്ഷാത്കരിക്കാനും ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വിഭാഗം വോട്ടർമാർ വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കേണ്ടി വരില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വിചാരിക്കേണ്ടി വരും. കാരണം ഈ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ മുതൽ VD സതീശൻ വളരെ കർത്തവ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നിയമസഭാ സമ്മേളന സമയങ്ങളിലൊക്കെ തന്നെ കൃത്യമായി ഉയർത്തേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി അത് ഉയർത്തുകയും അതിന്മേൽ ചർച്ചയുണ്ടാക്കുവാനും അത് പിന്നീട് ഒരു സാമൂഹ്യ പ്രശ്നമാണെങ്കിൽ അത്തരത്തിൽ സാമൂഹ്യ പ്രശ്നമായി ഉയർത്താനും രാഷ്ട്രീയ പ്രശ്നമാണെങ്കിൽ രാഷ്ട്രീയ പ്രശ്നമായി ചർച്ചയാക്കി മാറ്റുവാനും എന്ന തരത്തിലേക്ക് VD സതീശന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. മാത്രവുമല്ല, VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് ലഭിച്ച അകമഴിഞ്ഞ പിന്തുണ, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവർ നൽകിയ പിന്തുണ വളരെ ശ്രദ്ധേയമായിരുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും പ്രതിപക്ഷ നേതാവ് VD സതീശന് എതിരെ കോൺഗ്രസിനകത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ശക്തി പകർന്നും ഊർജം പകർന്നുമൊക്കെ ഒപ്പം നിന്നത് ഘടകകക്ഷികളായിരുന്നു. അതിൽ മുൻപിൽ നിന്നത് മുസ്ലിം ലീഗായിരുന്നു. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. കാരണം പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് വലിയ തരത്തിൽ ചർച്ചയായി വന്നത് ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യത്തിലായിരുന്നു. അതിൽ ചില പേരുകൾ ഉയർന്നു വന്നെങ്കിലും അവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു മൗനമുണ്ടായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ ഒരു നിരീക്ഷണമുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് വലിയ ചർച്ചകളിലൊന്നും കൊണ്ടുപിടിച്ച ചർച്ചകളിലൊന്നും പോയില്ല. പക്ഷേ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ജനഹിതം മാനിക്കണം അല്ലെങ്കിൽ ജനവികാരം മാനിക്കണമെന്ന്. ഈ ജനവികാരം മാനിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കൃത്യമായി അതിനകത്ത് ഉൾക്കൊണ്ടിരുന്നു. അത് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹം എടുത്ത ധൈര്യപരമായ ചില നിലപാടുകൾ. അതാണ് നേരത്തെ MS സൂചിപ്പിച്ചത്. 100 സീറ്റുകൾ, അതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയില്ല. അതിനും അപ്പുറത്തേക്ക് സധൈര്യം അദ്ദേഹം പറഞ്ഞത് 100 സീറ്റുകൾ UDF വിജയിച്ചില്ല എങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. ഈ വാക്കുകൾ കേട്ട് രാഷ്ട്രീയ വനവാസത്തിന് പോകും തയ്യാറെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തെ ക്ഷണിച്ച ആളുകളുണ്ട്, അല്ലെങ്കിൽ വനവാസത്തിന് പോകാൻ സൗകര്യം ഒരുക്കി കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവരൊക്കെ പരാജയത്തിലേക്ക് പോയെങ്കിൽ തന്നെയും ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ ചിന്തകൾക്കും അപ്പുറത്തേക്ക് VD സതീശൻ കടന്നെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ യാത്ര കൃത്യമായി ജനങ്ങളുടെ മനസ്സുകളിലൂടെ പതിപ്പിച്ച് കടന്നുപോയതുകൊണ്ട് ജനങ്ങളത് കൃത്യമായി വോട്ടാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൃത്യമായ രാഷ്ട്രീയത്തിലൂടെ നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയുക. മാത്രവുമല്ല, ഘടകകക്ഷികളെ ഒറ്റക്കെട്ടായി ഒപ്പം നിർത്തി കൊണ്ടുപോകുക എന്നൊരു പ്രതിപക്ഷ നേതാവിൻ്റെ ബാധ്യത കൃത്യമായി നിറവേറ്റാൻ VD സതീശന് കഴിഞ്ഞു. അതുകൊണ്ടാണ് VD സതീശൻ്റെ VD സതീശൻ ഒരിക്കൽ പോലും മുഖ്യമന്ത്രിയാകണമെന്ന് ആരോടും ഒരിക്കൽ പോലും പറഞ്ഞില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അണികൾ അദ്ദേഹത്തിന് വേണ്ടി വലിയ സ്വരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവകാശവാദം ഉന്നയിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുമ്പോഴും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള ഒരു ചർച്ചകൾ ഉയർന്നു വരുന്ന ആ സമയങ്ങളിലൊക്കെ തന്നെ ഇതിൽ നിന്നും രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു മുഖത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും VD സതീശന് അകമഴിഞ്ഞ ഒരു പിന്തുണ ഘടകകക്ഷികളുടെ ഭാഗത്തുണ്ടാവുകയും ചെയ്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനി ഒരു മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയിൽ ഒരു പക്ഷേ VD സതീശൻ എന്ന് പറയുന്ന ഒറ്റയാളിലേക്ക് കാര്യങ്ങൾ നീങ്ങാം എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. കാരണം 100 എന്ന് പറയുന്ന മാജിക്കൽ ഫിഗറിലേക്ക്, മാന്ത്രിക സംഖ്യയിലേക്ക് അദ്ദേഹത്തിന് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് VD സതീശൻ എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമായിട്ട് തന്നെ പറയാൻ കഴിയും. UDFനെ സംബന്ധിച്ചിട്ടും VD സതീശനെ സംബന്ധിച്ചിട്ടും UDFലെ മറ്റ് നേതാക്കളെ സംബന്ധിച്ചിട്ടും ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട സന്തോഷിക്കാനുള്ളൊരു ദിവസമാണ്. ഇനിയുള്ള ദിവസങ്ങളും ആ രീതിയിൽ ആഹ്ലാദിക്കാനുള്ളതാണ്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആരാവുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ അത് അവർ തീരുമാനിച്ച് എടുക്കേണ്ട കാര്യമാണ്. പക്ഷേ ജനത്തെ മറക്കരുത്. അത്തരത്തിലുള്ള ചർച്ചകളിലും അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളിലുമൊക്കെ അതിനേക്കാൾ ഉപരിയായിട്ട് ജനഹിതത്തിനോടൊപ്പം നിൽക്കുന്ന രീതിയിലൊരു തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അധികാരത്തിലേക്ക് ചെന്നു ചേരുകയും ഖജനാവ് തുറക്കുകയും ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ച എന്തായിരിക്കും? ഈ മന്ത്രിസഭയിലെ ധനമന്ത്രി ഇവിടുത്തെ ധനസ്ഥിതിയെക്കുറിച്ച് പറയാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? ഏത് രീതിയിലുള്ള ഭരണമായിരിക്കും നടത്താൻ പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10 വർഷവും ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നുകൊണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കഴുത്തിന് കുരുക്കിട്ട് പിടിക്കുന്നത് പോലെ കേന്ദ്ര സർക്കാർ, BJP സർക്കാർ, മോദി സർക്കാർ
സർക്കാർ എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ രാഖി രാമാനം പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെ പറയേണ്ടി വരും UDF നേതാക്കളെ സംബന്ധിച്ചിട്ടും. അതിലൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, കുറച്ചുകൂടി കുരുക്ക് മുറുക്കുകയും ചെയ്തേക്കാം. ഒപ്പം തന്നെ BJPയുടെ NDAയുടെ 3 നേതാക്കൾ വിജയിച്ച 3 മണ്ഡലങ്ങളിലേക്ക് ഒരു പക്ഷേ വലിയ രീതിയിലുള്ള വികസനം പ്രത്യക്ഷത്തിൽ സാധൂകരിക്കുന്ന രീതിയിൽ, പ്രത്യക്ഷത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ മറ്റ് മണ്ഡലങ്ങളിലുള്ള വോട്ടർമാർക്ക് BJPയുടെ 3 മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള വികസനം വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ മണ്ഡലങ്ങളിലും BJP NDA ജയിച്ചാൽ മാത്രമേ ആ വികസനം ലഭിക്കുകയുള്ളൂ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു എന്നും വന്നേക്കാം. ജനാധിപത്യ പ്രക്രിയയിൽ ഒരു സ്ഥലത്ത് ചൂണ്ടയിട്ട് അവിടെ നിന്ന് ഇര പിടിക്കുന്നത് കാണിച്ചു കൊടുത്തുകൊണ്ടല്ല വോട്ടർമാരെ സ്വാധീനിക്കേണ്ടത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും ആ ധാർമ്മികതയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളെ ജയിപ്പിച്ചാൽ മാത്രമേ ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്ന വാക്യങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളെ വശീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന മന്ത്രിസഭയിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തന രീതികളായിരിക്കും ഉണ്ടാവുക, എങ്ങനെയായിരിക്കും കേന്ദ്ര സർക്കാരിനെ സമീപിക്കുക, അതിനെ അവരുടെ നിഷേധാത്മകമായ നടപടികളുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നത് ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ജയിച്ച BJPയുടെ NDAയുടെ MLAമാർ ഏത് രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ പോകുന്നു, MLAമാർക്കുള്ള ഫണ്ടിനുപരിയായിട്ട് ആ മണ്ഡലത്തിൽ എന്തൊക്കെ ലഭിക്കാൻ പോകുന്നു, നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ 10 വർഷവും നിയമസഭയിൽ പ്രതിപക്ഷമേ ഉണ്ടായിരുന്നില്ല എന്നാണ് 3 MLAമാരെ ജയിപ്പിച്ചതിന് ശേഷം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായത്. അങ്ങനെ പ്രതിപക്ഷമേ ഇല്ലാതിരുന്ന ഒരു നിയമസഭയിലേക്ക് ഞങ്ങൾ 3 പേരും 35 പേർ, 3 പേരാണെങ്കിൽ 35 പേരുടെ ബലത്തോടുകൂടി സംസാരിക്കാൻ പോകുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിക്കുകയുണ്ടായത്. ഓർക്കുക, നേമത്ത് നിന്ന് രാജഗോപാൽ ജയിച്ച് നിയമസഭയിലേക്ക് എത്തിയപ്പോൾ BJPക്ക് വേണ്ടി, NDAക്ക് വേണ്ടി, സംഘപരിവാറിന് വേണ്ടി തീവ്രതയോടുകൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയെ അവിടെ കണ്ടില്ല എന്നുള്ളതിലേക്കുള്ള വിമർശനമുണ്ടായിരുന്നു. തീവ്രമായി സംസാരിക്കുക, BJP നിയമസഭയിലുണ്ട്, NDA നിയമസഭയിലുണ്ട് എന്ന് ഏകാംഗ പട്ടാളമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് രാജഗോപാലിന് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. ഇപ്പോൾ V മുരളീധരൻ ഉൾപ്പെടെയുള്ള 3 നേതാക്കൾ അവിടുത്തെ LDFന്റെ പ്രതിപക്ഷത്തിൻ്റെ നിരയേക്കാളും വലിയ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നുവല്ലേ ഡി ബിനോയ്? തീർച്ചയായും ഫലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് അവർ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് 3 BJP അക്കൗണ്ടുകൾ തുറക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇവിടെ അതിന് ആനുപാതികമായ രാഷ്ട്രീയ വളമുള്ള മണ്ണ്, രാഷ്ട്രീയ വളക്കൂറുള്ള മണ്ണ് ആരാണ് പാകമാക്കി വെച്ചത്? അത് ഈ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണം അതിനിടയിലെ ദൗർബല്യങ്ങൾ മുതലെടുത്തുകൊണ്ട് NDA ഇവിടെ വളർച്ച നേടുകയായിരുന്നോ എന്നുള്ള ചോദ്യം വന്നേക്കാം. മറുഭാഗത്ത് UDF നേടിയിട്ടുള്ള വിജയത്തിൻ്റെ ശോഭയെ കെടുത്തുന്ന ഒന്നാണ് BJPയുടെ 3 താമര നേട്ടങ്ങളെന്ന് വ്യാഖ്യാനിച്ചേക്കാം. നിങ്ങളങ്ങനെ വിമർശിച്ചോളൂ, പക്ഷേ കേരളം BJPയുടെയും താമരയുടെയും വഴിയിലേക്ക് നിങ്ങളുടെ വിമർശനങ്ങൾക്കും മറ്റുമിടയിലൂടെ വളർന്നുകൊള്ളും എന്ന് BJP പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിട്ട് ജനഹിതം പാലിക്കപ്പെട്ടിരിക്കുന്നു. ആ ജനഹിതം പുറത്തു വന്നിരിക്കുന്നു. അതിലൂടെ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളിലേക്ക് പോയിരിക്കുന്നു. UDF ജനത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് അവർ പോകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനെല്ലാം ഇടയിലും ശ്രദ്ധേയമായിട്ടുള്ള ജയങ്ങൾ ആർക്കൊക്കെ, ശ്രദ്ധേയമായിട്ടുള്ള പരാജയങ്ങൾ ആർക്കൊക്കെ, അയാൾ തോൽക്കേണ്ടതായിരുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള തോൽവികൾ ആർക്കൊക്കെ, ജയിക്കേണ്ടതായിരുന്നു എന്നിട്ടും തോറ്റുപോയല്ലോ, ഇങ്ങനെയുള്ള വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള ജയപരാജയങ്ങളെ എങ്ങനെ കാണാൻ കഴിയും ഡി ബിനോയ് അല്ലെങ്കിൽ റിയാസ് KM? ഇത്തരം ജയപരാജയങ്ങൾ വിലയിരുത്തുമ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാരിലെ 19 മന്ത്രിമാരിൽ 13 പേർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ഒരു മന്ത്രിയുടെ പരാജയം എല്ലാവരും എന്ന പോലെ മിക്കവാറും എല്ലാവരും ഒരു വലിയൊരു വിഭാഗം ആളുകൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. അത് ആറന്മുളയിൽ വീണ ജോർജിൻ്റെതാണ് എന്ന തരത്തിലുള്ള ഒരു പ്രചരണം, ഒരു വ്യാഖ്യാനം വരുന്നുണ്ട്. അത് ആരോഗ്യരംഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൽ KK ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി കാണിച്ച പക്വത ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന വീണ ജോർജ്
കാണിച്ചില്ല എന്നൊരു ആരോപണം പൊതുവെ ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ ജോർജിന്റെ പരാജയം പോലും വിമർശന വിധേയമാക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. മറ്റൊന്ന് AK ശശീന്ദ്രൻ, വനം വകുപ്പ് മന്ത്രിയായിരുന്ന AK ശശീന്ദ്രന്റെ ഒരു പരാജയമാണ്. എലത്തൂരിൽ അദ്ദേഹത്തിന് 86 വയസ്സായി, അദ്ദേഹം പ്രായം പരിഗണിച്ച് മാറി നിൽക്കണമെന്നൊരാവശ്യം അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് പരസ്യമായി എതിർപ്പ് വന്നപ്പോൾ NCPയിൽ അപ്പോൾ പോലും അദ്ദേഹം അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാനാണ് ശ്രമിച്ചത് എന്ന വിമർശനം വലിയ തോതിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. ആ വിമർശനം ചെവിക്കൊള്ളാതെ, അതായത് NCP എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ NCP ശരത് പവാർ വിഭാഗം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഉയർന്ന ആ വിമർശനത്തെ തീരെ ഉൾക്കൊള്ളാതെ അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി LDFന്റെ നേതൃത്വം വഹിക്കുന്ന CPIM താല്പര്യമെടുത്തു എന്നതിനുള്ള ഒരു തിരിച്ചടി. എലത്തൂരിൽ ഏറ്റവും കൂടുതലുള്ളത് CPM അണികളാണ്, NCPക്ക് അവിടെ കാര്യമായ അണികളില്ല എന്നതുകൂടി ഓർക്കണം. അവിടെയാണ് വിദ്യാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറിയെ എലത്തൂർ പോലുള്ള ഒരു കോട്ടയിൽ MLA ആക്കി കൊണ്ടുവരാൻ തയ്യാറാകുന്നത്. മറ്റൊന്ന് സച്ചിൻ ദേവിന് സംഭവിച്ചത് ആര്യ രാജേന്ദ്രന് സംഭവിച്ച അതേ സംഭവം തന്നെയാണ്. ആ ഒരു KSRTC ബസ്, യദു എന്ന് പറയുന്ന KSRTC ബസ് ഡ്രൈവറുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചർച്ച, അത് സച്ചിൻ ദേവിന് വളരെയധികം ദോഷം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ജനങ്ങളിൽ നിന്നും അകന്നു എന്നൊരു ചർച്ച CPMനകത്ത് പോലും ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ സച്ചിൻ ദേവിനെതിരെ വന്നിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യമാണ്. അങ്ങനെയുള്ള ചില ഇടങ്ങൾ, പ്രധാനപ്പെട്ട ഇടങ്ങൾ, പ്രത്യേകിച്ച് തളിപ്പറമ്പിൽ PK ശ്യാമള ടീച്ചർ തോൽക്കുമ്പോൾ ആ തോൽക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് അവിടെ സ്ഥാനാർത്ഥി മറ്റൊരാളായിരിക്കണം. N സുകന്യ എന്ന് പറയുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥി അവിടെ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ CPMന് ഈ ഗതി വരില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന പാർട്ടി അണികൾ ഇപ്പോഴുമുണ്ട്, CPMക്കാർ പോലും ഇപ്പോഴുമുണ്ട് എന്ന് പറയുന്നവരാണ് ഏറിയ പങ്കും. അതിനർത്ഥം നേതൃത്വം അണികൾ പറഞ്ഞിട്ടും തിരുത്താൻ തയ്യാറായില്ല എന്ന് പറയുന്നിടത്താണ് മിക്ക പരാജയങ്ങളും സംഭവിച്ചിട്ടുള്ളത് എന്നത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അതേസമയം തന്നെ ചില വിജയങ്ങൾ നമുക്ക് കാണാതിരുന്നുകൂടാ. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഷൊർണൂരിൽ മമ്മിക്കുട്ടി എന്ന് പറയുന്ന LDFന്റെ സിറ്റിംഗ് MLA, അദ്ദേഹത്തിന്റെ വിജയം. ഷൊർണൂരിൽ UDF ഏറ്റവും നല്ല ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു P ഹരിഗോവിന്ദൻ എന്ന് പറയുന്ന നല്ല ഒരു മനുഷ്യനായിരുന്നു അവിടെ UDF സ്ഥാനാർത്ഥി നിർത്തിയിരുന്നത്. പക്ഷേ ഈ ഹരിഗോവിന്ദനെ പ്രതിരോധിക്കാൻ കെൽപ്പുള്ള ഒരാളായിരുന്നു മമ്മിക്കുട്ടി. ജനങ്ങളോടൊന്നും അധികം ജാടയോ അഹങ്കാരമോ ഒന്നും കാണിക്കാത്ത ഒരു MLA ആണ് ഷൊർണൂരിൽ. അദ്ദേഹത്തിന് വലിയൊരു വിജയം ഇത്തവണ. LDFന് ഇത്രയും തകർച്ചയുണ്ടായിട്ടും അവിടെ ഷൊർണൂരിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റി എന്നുള്ളത് ഇത് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ എന്ന് പറയുന്ന MLA വീണ്ടും വിജയിച്ചു വരുന്നു LDFന്റെ എന്ന് പറയുന്നത്. അവരൊക്കെ ജനങ്ങളുമായി ഇടപെട്ടതിന്റെ ഒരു ഫലം അവർക്ക് അവിടെ ലഭിച്ചു എന്നുള്ളതാണ്. OR കേളുവിന്റെ പരാജയം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. വയനാടിനെ സംബന്ധിച്ച് മന്ത്രി OR കേളു പരാജയപ്പെട്ടതും അവിടെ ജനകീയമായി അദ്ദേഹത്തിന് ഇടപെടൽ കുറഞ്ഞു എന്നൊരു ആക്ഷേപം വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ OR കേളുവിന്റെ ഒരു പരാജയം അവിടെ സംഭവിക്കുന്നത്. കടന്നപ്പള്ളി രാമചന്ദ്രന്റെ പരാജയം പക്ഷെ അങ്ങനെയല്ല. കാരണം പരമ്പരാഗതമായി കോൺഗ്രസിന്റെ ഒരു മണ്ഡലം, ആ കോൺഗ്രസിന്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണകളിൽ സതീശൻ പാച്ചേനി എന്ന് പറയുന്ന നേതാവ് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് എതിർപ്പുള്ള കോൺഗ്രസുകാർ കാലുവാരിയതാണ് സതീശൻ പാച്ചേനിയുടെ പരാജയം എന്ന് വ്യക്തമാകുന്നതാണ് ഇത്തവണത്തെ TO മോഹന്റെ വിജയം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇത്തവണ പരാജയപ്പെടുന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയ ജീവിത ചരിത്രത്തിൽ തുടർച്ചയായ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പും കൂടിയായിരിക്കും ഇത്. തുടർന്ന് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തുണ്ടാവുമെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇനി അദ്ദേഹം ഉണ്ടാകുമോ എന്ന് നമുക്ക് വ്യക്തമാകാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. മാത്രമല്ല കോൺഗ്രസ് എസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇതോടുകൂടി പൂർണ്ണമായും കേരളത്തിൽ ഇല്ലാതാകുന്നു എന്ന അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ ചെറു പാർട്ടികൾ LDFന്റെ 8 ഘടക കക്ഷികളാണ് പൂർണ്ണമായും പരാജയപ്പെട്ടത്. അതിൽ തന്നെ 2 പൂർണ്ണമായും കരിഞ്ഞു വാടുന്നു. അതായത് പാലാ പോലെ ഒരു കാലഘട്ടത്തിൽ KM മാണി സ്വന്തം കൈവള്ളിയിൽ വെച്ചിരുന്ന ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ KM മാണിയുടെ സീമന്തപുത്രനായിട്ടുള്ള ജോസ് കെ മാണി, ആ ജോസ് കെ മാണി തുടർച്ചയായി പരാജയപ്പെടുന്നു. പകരം KM മാണിക്ക് എതിരായിരുന്ന മാണി സി കാപ്പൻ അവിടെ വിജയിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മണ്ഡലത്തിലെ ജനങ്ങളുമായി എത്രമാത്രം ജോസ് കെ മാണി അടുത്തിടപഴകുന്നു അല്ലെങ്കിൽ ഇടപഴകുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയായി ഈ ജോസ് കെ മാണിയുടെ ഒരു പരാജയത്തെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. മറ്റൊന്ന്, ചില ഭൂരിപക്ഷങ്ങൾ നൽകിയത് ഈ അണികളുടെ കൂടി ചില പക്വതയില്ലാത്ത നിലപാടുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് കൽപ്പറ്റയിൽ T സിദ്ദീഖിനെ പോലെ ഒരാൾക്ക് 45,000 വലിയ ഭൂരിപക്ഷം നേടിക്കൊടുത്തത് ആ ഒരു താക്കോൽദാന
ബിരുദദാന ചടങ്ങിൽ അദ്ദേഹത്തെ കൂവി വിളിച്ച ഒരു നടപടിയായിരുന്നു എന്ന ഒരു വിമർശനം ഇപ്പോൾ ഉയരുന്നുണ്ട്. അതെല്ലാം തന്നെ പാർട്ടി നേതൃത്വം വിമർശന വിധേയമായി പഠിക്കട്ടെ. സ്വന്തം പാളയത്തിലെ ചില നേതാക്കളുടെ വിജയം, ആ പോസിറ്റീവായ വിജയം, അത് കൃത്യമായി കാണണം. ആ കണ്ടുകൊണ്ട് അവരെങ്ങനെ വിജയിച്ചു എന്ന് പഠിക്കുന്നതോടൊപ്പം തന്നെ തോറ്റവർ എങ്ങനെ പരാജയപ്പെട്ടു എന്നുകൂടി പഠിക്കാൻ CPIM LDF പ്രത്യേകിച്ച് ഈ അവസരം വിനിയോഗിക്കട്ടെ. LDF ശക്തമായ ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. VD സതീശൻ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനിയും സമുദായ നേതാക്കളെയൊക്കെ കാണും, പക്ഷെ തിണ്ണ നിറങ്ങില്ല. സമുദായ നേതാക്കളെ കാണും, പക്ഷെ തിണ്ണ നിറങ്ങുകയില്ല എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് VD സതീശൻ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയായിരിക്കും ഈ സർക്കാരിൻ്റെ മുന്നോട്ട് പോക്ക് എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ ഒരു സംഭാഷണം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ടാണ്. എക്സിറ്റ് പോളുകൾ പറഞ്ഞതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് UDF പോവുകയുണ്ടായി. പക്ഷേ കൃത്യമായിട്ട് ഏകദേശം നെക്ക് ടു നെക്ക് കൃത്യമായിട്ടുള്ള പ്രഖ്യാപനം നടത്തി വിജയിച്ച ഒരു ഏജൻസി എന്ന് പറയുന്നത് പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഏജൻസിയാണ്. പോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത് എന്തായിരുന്നു? പോൾ ഇന്ത്യ 25-26 പ്രഖ്യാപിച്ചത് UDF 104 സീറ്റ്, LDF 34, BJP 1. ഏകദേശം ഇപ്പോഴത്തെ ഈ UDFിൻ്റെ വിജയത്തോടും പ്രതിപക്ഷ നിരയുടെ സീറ്റുകളുടെ എണ്ണത്തോടും ഒക്കെ ഏകദേശം അടുത്ത് നിൽക്കുന്ന പോൾ ഇന്ത്യയുടെ എക്സിറ്റ് പോളായിരുന്നു. എക്സിറ്റ് പോൾ പ്രകാരം പോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത് UDF 104 എന്നുള്ളതായിരുന്നു, LDF 34 എന്നായിരുന്നു, BJP 1 എന്നായിരുന്നു. ചെറിയ ചില മാറ്റങ്ങൾക്കുപരിയായിട്ട് അത് ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുന്നു. എന്തായാലും ജനഹിതം വന്നു കഴിഞ്ഞിരിക്കുന്നു. ജനഹിതത്തിനൊപ്പിച്ച് പുതിയ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.